നമസ്കാരം. ശബരിമല വിഷയം പലപ്പോഴും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തപ്പോഴൊക്കെയും ഈ സ്വർണ്ണപ്പാളി വിവാദവും ദ്വാരപാലക ശില്പവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടവരാണ്. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ കടകംപള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ എത്രത്തോളം വലുതാണ് എന്നും മാത്രമല്ല അതിന് എത്രത്തോളം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ ആദ്യകാലങ്ങളിൽ ചർച്ച ചെയ്തപ്പോൾ പറയുന്നതാണ്. ഇപ്പോൾ ആ ചർച്ചകൾ കഴിഞ്ഞിട്ട് തന്നെ 90 ദിവസം കഴിഞ്ഞു. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയിരുന്നു സ്വാഭാവിക ജാമ്യത്തിലേക്ക്. അപ്പോൾ അത് എത്തുമ്പോൾ അടുത്തത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് കടകംപള്ളിയാണ്. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇന്ന് വരെ പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടകംപള്ളി എത്തിച്ചേർന്നില്ലേ? തീർച്ചയായിട്ടും. ഒരു മുൻ മന്ത്രിയാണ്, നിലവിൽ MLA ആണ്, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്, ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒളിച്ചു വെക്കാൻ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒന്നോ രണ്ടോ വരിയിൽ പറഞ്ഞാൽ പോരാ. ആ പറയുമ്പോൾ തന്നെ അറിയാവുന്നതെല്ലാം പറയുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം കൂടി കേൾക്കുന്നവർ കൂടി വേണം. ഇപ്പോൾ ഒരുപാട് നിർബന്ധിച്ച് നമ്മൾ ഉൾപ്പെടെ ഉള്ള സോഷ്യൽ മീഡിയകളൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഒരു പ്രാവശ്യം അദ്ദേഹം വന്ന് നിർബന്ധിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മായി ബന്ധപ്പെട്ട ഏതോ ചടങ്ങിന്, ആ ചടങ്ങ് എന്താണെന്ന് പോലുമോ ഒന്നും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. എന്തായാലും മന്ത്രി എന്ന നിലയിൽ പോലീസ് സംവിധാനത്തോടു കൂടി ആ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ പ്രാവശ്യമേ പോയിട്ടുള്ളൂ എന്നും കൂടി പറഞ്ഞു. ഈ കൃത്യമായി ബോധ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇത്തരം നേതാക്കന്മാർ അങ്ങനെ തറപ്പിച്ചങ്ങ് പറയരുത്. കാരണം ഇന്നത്തെ കാലത്ത് എങ്ങനെ പോയാലും രാത്രിയിൽ തലയിൽ മുണ്ടിട്ടോണ്ട് പോയാൽ പോലും CCTV ക്യാമറ ഉള്ള നാടാണ്. പണ്ട് ഇതൊക്കെ പറ്റുമായിരുന്നു. ആ പഴയ ഓർമ്മയ്ക്ക് ഇപ്പൊ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പൊ വീണ്ടും ഒരു ചിത്രം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് റാങ്ക് കിട്ടിയപ്പോൾ അനുമോദിക്കാൻ പോയതാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരാളിന് റാങ്ക് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ചടങ്ങ് വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പോകുന്നതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇല്ല. ഇപ്പൊ എല്ലാവരെയും വന്ന് വിളിക്കും. നമ്മളെ ആരെയും വന്ന് ഈ പോറ്റി വിളിക്കാത്ത എന്താ? അല്ല, നമ്മളെ ആരെയും വന്ന് വിളിക്കാത്ത മാത്രമല്ല, പോറ്റി വിളിച്ചാൽ മാത്രം മന്ത്രിക്ക് പോകാൻ പറ്റുന്ന എന്തുകൊണ്ടാ? അപ്പൊ പോറ്റിക്ക് അത്രയും ബന്ധം ഈ കടകംപള്ളിയായിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രിയായിട്ടുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പോകാൻ. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള 3.5 കോടി അല്ലെങ്കിൽ 4 കോടിയിലധികം ജനങ്ങളുടെ ഇടയിലേക്ക് മന്ത്രി ഇറങ്ങി ചെന്നിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഈ വിളിക്കുന്ന 4 കോടി ജനങ്ങളുടെ ഇടയിലും ചെന്ന് അവരുടെ വീടുകളിൽ ഈ പറയുന്ന റാങ്ക് കിട്ടുന്നവരുടെ പരിപാടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കുടുംബ പരിപാടിക്കോ ഒക്കെ പങ്കെടുക്കുന്ന മന്ത്രി നമുക്ക് കാണാൻ കഴിയുമോ? അല്ലെങ്കിൽ മന്ത്രി അതിനുള്ള സമയമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ മന്ത്രി സമയം ഉണ്ടാക്കി പോറ്റിയുടെ പരിപാടിയിൽ എത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അതെ, തീർച്ചയായിട്ടും വലിയ ബന്ധമാണ്. എന്ന് മാത്രമല്ല, ഇപ്പം മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ കേഡർ പാർട്ടിയാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കത്ത് വരെ ഉണ്ടെങ്കിൽ അവിടെ കയറാൻ പോലും പറ്റും. മറിച്ച് ശ്രീ ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവർ വരെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാൻ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ദൃക്സാക്ഷിയാ. ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെ പറഞ്ഞ് ആരായാലും ഇങ്ങ് കയറ്റി വിട്ടോ, ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കയാണ് പോയി ചെന്ന് നിന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്ക ഈ പറഞ്ഞ രീതിയിലുള്ളവർക്ക് വരെ പോകാമെന്നുള്ള ഒരു സ്വഭാവത്തിലുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. ഇവരാരും അങ്ങനെയല്ലല്ലോ. ഇവരൊക്കെ വളരെ പാർട്ടി ലെവലിൽ മാത്രം ചിന്തിക്കുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കുമൊക്കെ പോറ്റിയുമായിട്ട് ബന്ധം വരണമെങ്കിൽ നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ പോറ്റിയുമായി നല്ല അടുപ്പമുണ്ട്. ആദ്യം പോകുമ്പോൾ അടുപ്പം ഉണ്ടാവില്ലല്ലോ. ഒരു പോക്ക് പോയി കഴിഞ്ഞിട്ടാണല്ലോ ഈ അടുപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഒരൊറ്റ തവണ ഈ ഒരു കാര്യത്തിനെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് മുഖം മൂടി അവിടെ അഴിഞ്ഞു വീണു. അതെ, അത് നുണ തന്നെയാണ്. അതിൽ നിന്ന് ഇനിയിപ്പോ എന്തായിരുന്നാലും ഈ പറഞ്ഞതിൽ നിന്ന് പിന്മാറാൻ എന്തായാലും കടകംപള്ളി കഴിയില്ല. കാരണം സത്യാവസ്ഥ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ അത് ഒന്നാമത്തെ നുണയായി. SIT അന്വേഷണം നടത്തി പലവട്ടം പലരെയും ചോദ്യം ചെയ്തു. അതിൽ കടകംപള്ളി ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയും കടകംപള്ളിയെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നതും ഈ നുണ പറച്ചിലുകളാണ്. അപ്പോൾ ഈ നുണ എന്ന് പറയപ്പെടുന്ന, ഇപ്പൊ പോറ്റിയെ കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു നുണ വെറുതെ പറയാതിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ സത്യം പറയാതിരുന്നത് കൊണ്ടാണ് വീണ്ടും SITയുടെ മുമ്പിലേക്ക് എത്തപ്പെടുന്നതെന്ന് മാത്രമല്ല നമ്മൾ അതിൽ ചിന്തിക്കേണ്ടത്. കാരണം അതിനകത്ത് വലിയ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഇന്ന് വരെ കണ്ടതോ ഇന്നലെ വരെ നമ്മൾ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇനി മുമ്പിലോട്ട് കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്.
കടകംപള്ളി അറസ്റ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ടാൽ മാത്രമേ എൻ്റെ യഥാർത്ഥ ആളിനെ നമുക്ക് ഇതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് SIT പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം എന്ന് പറയപ്പെടുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിന്റെ യഥാർത്ഥ സ്കൾപ്റ്റേഴ്സിൽ നമ്മളിപ്പോൾ എത്തിച്ചേരുമെന്നാണ്, അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണോ അവരിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇതെത്താതെ ഇങ്ങനെ താണു പോകുന്ന ഒരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടാണ്? ഈ മന്ത്രിമാരുടെയാണോ ഇടപെടൽ കൊണ്ടാണോ, അതോ ഈ മന്ത്രിസഭയുടെ ഇടപെടൽ കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്? അന്വേഷണം ഒരിടത്തും എത്തുന്നില്ല. അത് കേരളത്തിലെ മാത്രമല്ല, ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വിശ്വാസമോ താല്പര്യമോ ഉള്ള കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തെ ആ രീതിയിൽ അയ്യപ്പനുമായി ബന്ധമുള്ള മുഴുവൻ പേരും ചോദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇത് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. സെപ്റ്റംബറിലാണ് ആദ്യം ഇങ്ങനെ ഒരു വിഷയം ശ്രദ്ധയിൽ വരുന്നു. ഒക്ടോബർ ആദ്യം തൊട്ട് SITയുടെ അന്വേഷണമാണ്. 5 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ 5 മാസത്തിനിടയിൽ ചിലപ്പോൾ വളരെ വേഗത്തിലും, പിന്നീട് അല്പം മന്ദഗതിയിലും, പിന്നീട് ഒച്ചടയുന്ന വേഗത്തിലുമൊക്കെയാണ് ഈ കേസ് പോകുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വ്യാപ്തിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ പദവിയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്നതേ ഉള്ളൂ. ഇപ്പോ SITയെ കുറിച്ച് SITയുടെ അന്വേഷണം മികച്ചതാണെന്ന് ആകെ കൂടി പറഞ്ഞത് ആ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് മാത്രമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ആ ഡിവിഷൻ ബെഞ്ചാണ് ഈ 5 പേരെ നിയമിച്ചത്. അപ്പൊ നിയമിച്ച ആ ഒരു കോടതിക്ക് അതേ പറയാൻ പറ്റൂ. പക്ഷേ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് 2 എണ്ണത്തിൽ ചെന്നു. ഒന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ, എത്ര പ്രാവശ്യം അദ്ദേഹം ഈ SITയെ വഴക്ക് പറഞ്ഞു എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. കാരണം ഓരോ ജാമ്യ കേസ് വരുമ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്തരം ചോദ്യങ്ങളാണ്. അതേപോലെ ജസ്റ്റിസ് മോഹിത്, അദ്ദേഹവും പറഞ്ഞു. അപ്പൊ കേരള ഹൈക്കോടതിയിലെ തന്നെ 2 വ്യത്യസ്ത ജഡ്ജിമാർ ഈ SITയുടെ അന്വേഷണത്തിനെ കുറിച്ച് ഒരു എന്താ പറയുക, നിങ്ങളുടെ മെല്ലെ പോക്ക്, നിങ്ങൾ എന്തുകൊണ്ട് 2 ദേവസ്വം അംഗങ്ങളിൽ ഒരംഗത്തെ ചോദ്യം ചെയ്തു, മറ്റൊരംഗത്തെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. അതും പോട്ടെ, ശ്രീ ശങ്കരദാസിന് വേണ്ടി സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സുപ്രീം കോടതി ചോദിച്ച ഒറ്റ ചോദ്യം പോലെ, ദൈവത്തെ പോലും വെറുതെ വിടാത്തവരല്ലേ നിങ്ങൾ, എന്തിനിങ്ങോട്ട് വന്നു എന്നുള്ള ചോദ്യം കൂടെ ചോദിച്ചു. അപ്പോ SIT തുടക്കത്തിൽ നമ്മളൊക്കെ അഭിമാനിച്ചു, നമ്മൾ അവരെ അഭിനന്ദിച്ചുവെങ്കിലും ഈ ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് ഈ മെല്ലെപ്പോക്ക് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു. ഡിസംബർ 5 തൊട്ട് 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഡിസംബർ 9 തെരഞ്ഞെടുപ്പാണ്. അവിടെ തൊട്ടാണ് ഈ ലാഗിങ് വന്നത്. ഇപ്പോ ലാഗിങ് വരാൻ കാരണം എന്താ? അടുത്ത മാസം കഴിയുമ്പോൾ ഏപ്രിലില് ഇലക്ഷൻ ഉറപ്പാണ്. ഈ മാസം അവസാനത്തോടു കൂടി അല്ലെ മാർച്ച് ആദ്യത്തോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ആ ഒരു മാസം കൂടി എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ VSSCയുടെ ഫലം വന്നാൽ അപ്പോൾ തന്നെ എല്ലാം നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് എന്താ? ആദ്യത്തെ ടെസ്റ്റിൽ കാലപ്പഴക്കമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒന്നും കൂടി സാമ്പിൾ എടുത്ത് ഒന്നും കൂടി അന്വേഷിക്കണമെന്നാണ്. ആദ്യത്തെ രാസപരിശോധനയുടെ ഫലം വരാൻ 2 മാസം എടുത്തു. അപ്പൊ ഇനി ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ വോട്ടെണ്ണി കഴിയും. പിന്നെ ഇതിന്റെ തീരുമാനം എന്തായാലും ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? അയ്യപ്പന്റെ നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടാനോ ഒന്നും അല്ലല്ലോ. ഇതിന്റെ എല്ലാം അന്തിമ ലക്ഷ്യം വോട്ടും രാഷ്ട്രീയവും മാത്രമല്ലേ? പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് ജനം വിലയിരുത്തുന്നത്. എന്തായാലും നമുക്കിപ്പോൾ അറിയാവുന്നത്, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തപ്പെടുന്നു, വീണ്ടും അന്വേഷണം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു, മൊഴിയെടുക്കാൻ പോകുന്നു. നമുക്കറിയാൻ കഴിയുന്നു ഈ ഫോട്ടോ വിവാദം വലിയ വിവാദമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോട്ടോകൾ ആരുടെ കയ്യിലൊക്കെ ഉണ്ടോ അവരെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടല്ലോ. ഇപ്പൊ അടൂർ പ്രകാശുമായിട്ട്, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അടൂർ പ്രകാശുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും അദ്ദേഹത്തെ ഇതുപോലെ ചോദ്യം ചെയ്തല്ലോ. അങ്ങനെയാണെങ്കിൽ ഫോട്ടോയിലുള്ളവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും പെടില്ലേ? അത് ഈ വരുന്ന വിഷയം മുഖ്യമന്ത്രി അടക്കം ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ബൂമാറാങ് ആയിട്ട് അദ്ദേഹത്തിൽ തന്നെ തിരിച്ചു വരും എന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ. അദ്ദേഹമാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കെട്ടിക്കൊടുക്കുകയോ സ്വർണം കെട്ടിക്കൊടുക്കുകയോ ചെയ്യുന്ന ചിത്രമുണ്ടെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് പറഞ്ഞ വ്യക്തിയുടെ ഓഫീസിന്റെ തൊട്ട് താഴെ ഭീമ ജുവല്ലറി കൊടുക്കുന്ന കാറിന്റെ ചാവി കൊടുക്കുന്നെന്ന് മാത്രമല്ല,
ആരോടും അങ്ങോട്ട് തൊഴുതാത്ത എന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, രഹസ്യമായിട്ട് ആരെങ്കിലും ഒക്കെ തൊഴുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും അദ്ദേഹം ആരെയും തൊഴുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്ത് ഭയഭക്തിയോടെ കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തൊഴുത നിന്നെന്നുള്ളത് നമ്മൾക്കറിയാം. ഇനി ഫോട്ടോ ഉള്ള സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെങ്കിൽ DGPയെയും ചോദ്യം ചെയ്യണം. DGP യൂണിഫോമിലാണ്. അപ്പൊ അങ്ങനെ ഫോട്ടോ ആരുടെയൊക്കെ കൂടെ ഉണ്ടോ അവരെ എല്ലാം ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പറയാം. അല്ലാതെ സെലക്ട് ചെയ്ത് ഫോട്ടോ ഉള്ളവരെ വെച്ച് ചോദ്യം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഈ SITയുടെ അന്വേഷണം അതിനകത്തും രാഷ്ട്രീയം കലരുന്നു എന്ന് നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അവിടെ ഒരു MP അദ്ദേഹം പറയുന്നു, കാരേറ്റ് എന്ന് പറയുന്നത് അടൂർ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടുത്തെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വന്ന് വിളിച്ചു, ഞാൻ പോയി, എപ്പോൾ വിളിച്ചാലും ഞാനത് എവിടെ വേണമെങ്കിലും പറയാം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ മൊഴിയെടുക്കാനാണെങ്കിലും നമ്മൾ അതിനെ ആഘോഷിക്കുന്നത് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം എന്നാലേ വാർത്താ പ്രാധാന്യം വരികയുള്ളല്ലോ. ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ വിളിച്ചു വരുത്തി നോട്ടീസ് കൊടുത്തിട്ടൊന്നുമല്ല. അല്ല, ശരിയാണ്. ഇപ്പൊ ഈ അന്വേഷണം നമുക്കറിയാം, നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ പറയുന്ന പോലെ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ജാമ്യം കിട്ടി ഈ കേസ് എഴുതി തള്ളുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ ഇത് മാഞ്ഞു പോകുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഈ കടകംപള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന വിഷയങ്ങളാണ്. ഈ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ? അങ്ങനെ SITക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് എന്തായാലും ഈ മെയ് മാസം വരെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കാരണം ഇപ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ വിളിച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ ഒന്നുകൂടിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ നോക്കും. എന്നിട്ട് ഇപ്പോൾ അവിടുത്തെ സ്വർണത്തിന്റെ അളവിനെ കുറിച്ച് പോലും കൃത്യതയില്ല. ഒരു ദിവസം പറയുന്നു 497 ഗ്രാമാണ് പോയത്, ഇപ്പൊ പറയുന്നു അതല്ല കിലോ കണക്കിന് പോയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, 5 മാസം അന്വേഷിച്ചിട്ട് എത്ര സ്വർണം നഷ്ടപ്പെട്ടു. പഴയ സ്വർണം തന്നെ ആണോ ഇപ്പോഴും ഇരിക്കുന്നത്, പഴയ ചെമ്പാണോ ഇപ്പോഴൊന്നും അറിയാൻ കഴിയുന്നില്ല. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയിൽ ഇത് അദ്ദേഹത്തിന് കുരുക്കാണ്, ഇതിനോടകം തന്നെ കുരുക്കായിട്ടുണ്ട്. പക്ഷെ അവിടെ നോക്കൂ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളിനെ കൊണ്ടാണ് ഒരു മേഖലാ ജാഥ CPM നയിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം വന്നാൽ മറ്റ് പാർട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ തള്ളി പറഞ്ഞു എന്ന് നോക്കിയാൽ മതി. അവിടെയാണ് നമ്മൾക്ക് ഇതിനകത്ത് വളരെ കൂട്ടുത്തരവാദിത്വവും ഇതൊരു ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ള സംശയം വരുന്നത് അവിടെയാ. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരെയൊക്കെ തള്ളി പറയുന്നില്ല? ഇത്രയും നാള് ജയിലിൽ കിടന്നിട്ട് പോലും അവര് കുഴപ്പം ചെയ്തെന്നോ കുറ്റം ചെയ്തെന്നോ ഒന്നും ഒറ്റ വാക്ക് ആകെ കൂടി പറയുന്നത് എന്താ? ജാഗ്രത കുറവുണ്ടായി. ആ വാക്ക് മലയാളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇവർ എന്ത് ചെയ്തേനെ? അപ്പോൾ ഇത് കൂട്ടുത്തരവാദിത്വമുണ്ട്, മന്ത്രി ഉൾപ്പെടെ. ഇനി ഫോട്ടോ ഇത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ KC വേണുഗോപാലിന്റെ പേര് വരെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കപ്പെടുന്നു. ആന്റണിയുടെ പേര് കൊണ്ടുവന്നു. അതെ, ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരുടെ പേര് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ MP മാർ. ഇത് മാറി മാറി വരുമ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ, കാരണം ഈ ഏപ്രിൽ മാസത്തോടുകൂടി ആയിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ കാലത്തിലെത്തുമ്പോൾ ഇതിന്റെ യഥാർത്ഥ പ്രതികളെല്ലാം കോൺഗ്രസ്സുകാരായി തീരുമോ? അല്ല, ഈ ഫോട്ടോ ഉണ്ട് എന്ന് പറയുമ്പോ എനിക്ക് പണ്ടത്തെ നമ്മുടെ സ്മാർത്ത വിചാരം ഓർമ്മയുണ്ടോ? അവസാനം ആ സ്ത്രീ ജഡ്ജിയുടെ പേരൂടെ പറയുമോ എന്ന് പേടിച്ചിട്ട് അവരെ വെറുതെ വിട്ടു. കേസ് ഡിസ്പോസ് ചെയ്തതുപോലെ ഇനി ഈ ജഡ്ജിമാരോ SITയിലെ ഉദ്യോഗസ്ഥരോ അറിഞ്ഞോ അറിയാതെയോ എങ്ങാണ് ഈ പോറ്റിയുടെ കൂടെ കാണാൻ നിൽക്കുന്ന ഫോട്ടോയെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ നടക്കും. അപ്പോ ആരുടെയെങ്കിലും കൂടെ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതോ ഒക്കെ വെച്ചിട്ട് ഒരു അന്വേഷണം എന്ന് പറഞ്ഞിട്ട് സ്തുത്യർഹമായ അന്വേഷണം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിരി വരാതിരിക്കുമോ? എന്തായാലും ഈ അന്വേഷണം നീളും, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയും നീളും, ഒരു തർക്കവും വേണ്ട. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതിനകത്ത് ആളുകൾക്ക് താല്പര്യമില്ലാതായി. അങ്ങനെ എത്രയോ കേസുകൾ ഞാൻ ചോദ്യം അതായിരുന്നു, കോൺഗ്രസിന്റെ തലയിലേക്ക് വരുമോ ഈ ഇതെല്ലാം കൂടെ ചേർത്തിട്ട്? അല്ല, അതെങ്ങനെ വരാനാണ്? കാരണം ജയിലിൽ കിടക്കുന്നവരെല്ലാം ആരാണ്? കോൺഗ്രസിന്റെ തലയിലേക്ക് ഇത് വരണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും വേണ്ടേ? അത് മാത്രമോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം മന്ത്രിമാര് എന്ന് പറയുന്നത് എന്താ? 2004 പോറ്റി ആദ്യമായി ശബരിമല കയറിയത് KC വേണുഗോപാല് ടൂറിസം മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്താണ്.
പോറ്റി അതിനേക്കാൾ പ്രായം കുറഞ്ഞ് കന്നി അയ്യപ്പനായിട്ട് കയറിയത് നായനാരുടെ കാലത്താണെങ്കിലോ നായനാരും കുറ്റക്കാരനാണ്. അപ്പൊ ആരുടെ അനുവാദം വേണം ഈ ശബരിമലയ്ക്ക്? അല്ല, നമുക്ക് അങ്ങനെ ഒരുപാട് ന്യായങ്ങളൊക്കെ പറയാൻ കാണുമായിരിക്കും. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ശബരിമലയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടുത്തെ യഥാർത്ഥ പ്രതികളെ പിടിക്കുമെന്ന്. ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്ന അവസാനത്തിലേക്ക് എത്തപ്പെടുന്ന ഇനി ചോദ്യം ചെയ്യാനുള്ളത് കടകംപള്ളിയാണ്. കടകംപള്ളിയുടെ ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്ന അടുത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞല്ലോ. ഒരു വ്യക്തിയെ ഒരു തവണ മൊഴിയെടുത്ത് അതിനെ ഏത് പേര് വേണേലും ഇടാം, മൊഴിയെടുപ്പെന്നോ ചോദ്യം ചെയ്യലെന്നോ ഏത് വാക്ക് ഉപയോഗിച്ചാലും ഒരു തവണ 1 മണിക്കൂറോ 2 മണിക്കൂറോ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇനി വീണ്ടും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അത്തരത്തിൽ ചോദ്യം ചെയ്യണമെങ്കിൽ കൃത്യമായി എന്തെങ്കിലും തെളിവുകളോ ബോധ്യപ്പെടലുകളോ ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും അറസ്റ്റിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാന്, അങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആ കേസ് ഇപ്പോൾ പോയി ചെന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾക്ക് ആ ഒരു നിലപാടിൽ നിഗമനത്തിൽ എത്തിച്ചേരേണ്ടി വരും.